വിവാദങ്ങളെയും കോടതി വിധികളെയും കൊമ്പ് കുത്തിച്ചിട്ടുണ്ട് ഈ ജല്ലിക്കെട്ട്. കാളമെരുക്കികളും കൂറ്റൻ കാളകളും വടിവാസലിന് പുറത്ത് കരുത്തിന്റെ ചുരമാന്തുന്ന കാഴ്ച. കാണികൾക്ക് തങ്കക്കാസില്ല, വീരാളിപ്പട്ടില്ല. എങ്കിലും എപ്പോൾ വേണമെങ്കിലും പാഞ്ഞെടുക്കാവുന്ന കുളമ്പടി ശബ്ദത്തിന് മുകളിൽ അവരുടെ ആവേശം അലയടിക്കുന്നു. ഇത് തങ്കക്കാസിനും പെരുമയ്ക്കും വേണ്ടിയുള്ള പോരാട്ടം. ഈ നിൽക്കുന്നത് റാമ്, നാട്ടുമാടെന്ന് പറയും. അതായത് കാങ്കേ കാളയല്ല, പക്ഷേ ജല്ലിക്കെട്ട് കാള തന്നെയാണ്. ഇവരിപ്പോൾ ശാന്തരായി നിൽക്കുന്നു. എന്നാൽ യഥാർത്ഥ കളി ജല്ലിക്കെട്ട് നടക്കുന്നത് ഇതിന് പുറത്താണ്. വടിവാസിൽ നിന്നും കാളമെരുക്കികളുടെ മുന്നിലെത്തുന്ന ജല്ലിക്കെട്ട് മാട് പുഞ്ചിയിലെ പിടിക്ക് പിന്നിൽ തളരാതെ പുറത്തേക്ക് പായും. അവിടെ മാടിന്റെ ഉടയോൻ കാത്തു നിൽക്കും. വിരണ്ട് പായുന്ന മാടിനെ കുടുക്കിട്ട് പിടിക്കാൻ ഉള്ള നീക്കം. മൂക്കുകയറില്ലാത്ത മാട് ആൾക്കൂട്ടത്തിന് മുന്നിൽ വിരളും. ലക്കും ലഗാനുമില്ലാതെ പായും. ഉടയോനെ കണ്ടാൽ മാടൊന്നടങ്ങും. എന്നാൽ പാഞ്ഞു വരുന്ന മാടിന് മുന്നിൽ ഉടയോനില്ലെങ്കിൽ മാട് പിണങ്ങി ആൾക്കൂട്ടത്തെ മുഴുവൻ വിരട്ടും. ഒടുവിൽ അവനൊന്ന് തളരുമ്പോൾ ശാന്തനാകാൻ ഒരു കുടുക്കിടും. അർദ്ധവൃത്താകൃതിയിൽ കുടുക്ക് കൊമ്പിലേക്ക് കറങ്ങി വീഴും. മാടിന്റെ മനസ്സിൽ അപ്പോൾ എന്തായിരിക്കും അറിയില്ല. എന്നാൽ ഒരു മയക്കം പോലെ കുടുക്കിനെ ശിരസ് കുനിച്ച് അവൻ നിൽക്കും. മൂക്കുകയർ കൊരുത്തു വലിക്കുമ്പോൾ പ്രാണൻ പോകുന്ന വേദനയെന്ന് ആ കണ്ണുകളിൽ അറിയാം. എങ്കിലും ഉടയോന്റെ തലോടലിൽ വാലു ചുരുട്ടി മിണ്ടാതെ അങ്ങനെ നിൽക്കും. വടിവഞ്ചി വിരട്ടാണ് ഈ നടക്കുന്നത്. ഇതിനായി പരിശീലനമുണ്ട്. കാളയ്ക്കും കാളമെരുക്കുകൾക്കും. ഭാരം കുറഞ്ഞവരായിരിക്കണം കാളമെരുക്കുകൾ. കാളയുടെ പൂഞ്ചിക്ക് ഭാരമാകാതെ കളം പിടിക്കേണ്ടവർ. കാളയ്ക്ക് ഭാരമാകാം, കരുത്തുമാകാം. എന്നാൽ ഭ്രാന്താകാതെ നോക്കണം. കാങ്കയൻ കാളകൾ മാത്രമല്ല കരുത്തർ. നാട്ടുമാട് മുരണ്ടു നിൽക്കുന്ന കണ്ടാൽ മുട്ടിടിക്കും. മധുരയ്ക്കിത് മധുരമേറുന്ന പോരാട്ടമാണ്. ഏത് ജല്ലിക്കെട്ടിനും ആദ്യമിറങ്ങുന്നത് കുലദൈവ മാടുകളാണ്. ആരാലും തടുക്കാനാവാത്ത ആ മാടിന്റെ മനസ്സാണ് ജല്ലിക്കെട്ട് പ്രേമികൾക്കും. ക്യാമറമാൻ പ്രേം ശശിക്കൊപ്പം മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്.